എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഡിസംബർ 11 ഗുരുവായൂർ ഏകാദശിയാണ്. എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാത്ത ഒരു മലയാളിയോ അല്ലെങ്കിൽ കൃഷ്ണഭക്തരോ ഉണ്ടാവില്ല. കാരണം എൻ്റെ ഗുരുവായൂരപ്പനാണ് എല്ലാവർക്കും, അല്ലേ? പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് പറയാം, എൻ്റെ ഗുരുവായൂരപ്പനിലെ ഞാനേ എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ വിശ്വമഹാപ്രഭുവിൻ്റെ ഒരു കുഞ്ഞു മണൽത്തരി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. കുഞ്ഞ് ഒരു തരി എന്ന് മാത്രമേ എനിക്ക് എന്നെ പറയാൻ പറ്റുള്ളൂ. അന്നത്തെ ആ ദിവസം സകല ദേവീ ദേവന്മാരും ഗുരുവായൂർ എത്തുന്നൊരു സമയമാണ്. ഭഗവാന്റെ സാന്നിധ്യത്തിൻ്റെ കൂടെ എല്ലാ ദേവീദേവന്മാരും അന്ന് അവിടെ എത്തുകയാണ് ഭഗവാനെ പ്രകീർത്തിക്കാൻ. കാരണം അന്ന് ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ്. ഓരോ യുഗങ്ങളും, സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും എത്രയോ എല്ലാ അവതാര കാലങ്ങളിലും ഭഗവാൻ പൂജിച്ചിരുന്നതും, ഭഗവാൻ ബ്രഹ്മാവിന് ആദ്യമായിട്ട് അദ്ദേഹം സൃഷ്ടി നടത്തിയപ്പോൾ ചോദിച്ചു, ഇങ്ങനെ ഓരോരുത്തർക്കും രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും നന്മയിലേക്ക് വരാനുള്ള ഒരു പരിഹാരം കൂടി ഒന്ന് പറഞ്ഞു തരൂ ഭഗവാനെ എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞതാണ്, ഈ ഒരു വിഗ്രഹം സൃഷ്ടിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു 4 അടി ഉയരമേ ഉള്ളൂ, ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സൂക്ഷിച്ച് വെച്ചോളൂ, ഇത് ആര് ഭജിക്കുന്നോ അവർക്ക് തീർച്ചയായിട്ടും നന്മ വരും എന്ന് പറഞ്ഞു. അങ്ങനെ തലമുറ ഇങ്ങനെ യുഗങ്ങൾ തോറും, അല്ലെങ്കിൽ കൽപ്പാന്തങ്ങൾ തോറും കൈമാറി വന്നതാണ് ഈ പറയുന്ന ഭഗവാന്റെ കൃഷ്ണവിഗ്രഹം. ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണ അവതാര സമയത്ത് അതിൻ്റെ അവസാന ടൈമിൽ ദ്വാരക മുഴുവനും കടൽ കൊണ്ട് മൂടിയപ്പോൾ ആ സമയത്ത് ഉദ്ധവരെ വിളിച്ച് ഭഗവാൻ പറയും, ഈ വിഗ്രഹം നീ ബൃഹസ്പതിയെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ അങ്ങ് പ്രളയം വന്നു, ഭയങ്കരമായിട്ട് മൂടപ്പെട്ടു. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി. അപ്പോൾ ആ സമയത്താണ് ഈ ഈ പറയുന്ന വിഗ്രഹം വെള്ളത്തിൽ താഴാതെ ഒഴുകി നടക്കുകയാണ്. അപ്പോൾ ഗുരുവും വായുവും കൂടി അത് ചേർന്നെടുത്തു. ഗുരുദേവൻ ബൃഹസ്പതി, ഗുരുവും ദേവഗുരുവും വായു ഭഗവാനും കൂടി എടുത്ത് ഇത് എവിടെ പ്രതിഷ്ഠിക്കണം എന്നവർക്കൊരു പിടി കിട്ടുന്നില്ല. അത്രയ്ക്ക് ചൈതന്യവത്തായ പ്രതിഷ്ഠയാണ്. അവർക്കറിയാം. ആ വിഗ്രഹം കൊണ്ട് അവർ നടക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ശിവനും പാർവതിയും ആനന്ദ നൃത്തം നടക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ ഭഗവാൻ പ്രവച്ച ഗുരുനാഥന്മാരാണ്, പ്രപഞ്ച മാതാപിതാക്കളാണ് ഭഗവാൻ മഹാദേവനും പാർവതീദേവിയും. അവിടെ എത്തി അവരെ കണ്ടു തൊഴുതു. ഭഗവാൻ, ഈ വിഗ്രഹം എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് തന്നെയാണ് നല്ല സ്ഥലം, ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രചേതസ്സുകൾ 1000 വർഷം തപസ് ചെയ്ത സ്ഥലമാണിത്. നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ഗുരുവായൂർ ചെല്ലുമ്പോൾ, നമ്മൾ ഗുരുവായൂർ പോയി ഭഗവാനെ തൊഴുതു വന്നു, ഇത്ര നമ്മൾ വിചാരിക്കാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആ പ്രാധാന്യം നമ്മൾ ചിന്തിക്കണം. പ്രചേതസ്സുകൾ എന്ന് പറയുന്നത് അവർ 1000 വർഷം തപസ് ചെയ്തു. ഭഗവാൻ രുദ്രഗീത അവർക്ക് ഉപദേശിച്ചു കൊടുത്ത ഒരു സ്ഥലമാണ് മഹാദേവൻ. ആ തീർത്ഥം ഇന്ന് പറയുന്നത് രുദ്രതീർത്ഥം എന്നാണ്. ഭഗവാന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചോളൂ, അത്രയ്ക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഞാനും പാർവതിയും കൂടി കുറച്ച് അങ്ങോട്ട് മാറി ഞങ്ങൾ ഇരുന്നോളാം, ഞാൻ അവിടെ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മളിന്ന് കാണുന്ന മമ്മിയൂർ ക്ഷേത്രം. സാധാരണ പറയും 4 അമ്പലം തൊഴണം എന്ന് പറയും, അല്ലേ? ഗുരുവായൂർ പോകണമെങ്കിൽ 4 അമ്പലം തൊഴുതാലേ പൂർണ്ണമാവുള്ളൂ എന്ന് പറയും. 4 അമ്പലം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മമ്മിയൂർ ക്ഷേത്രമുണ്ട്, ഗുരുവായൂരുണ്ട്, തിരുവമ്പാടി പാർത്ഥസാരഥിയായിട്ട് നിൽക്കുകയാണ്. പാർത്ഥസാരഥിയെ തൊഴണം, വെങ്കടാചലപതിയെ തൊഴണം. അങ്ങനെ 4 അമ്പലം തൊഴുതാലേ പൂർത്തിയാവുള്ളൂ എന്നാണ് പറയുക. ഈ ഗീതാദിനം കൂടിയാണ് ഈ ഡിസംബർ 11. ഭഗവത്ഗീത എല്ലാവർക്കും അറിയാം, അല്ലേ? മഹാഭാരതത്തിൻ്റെ മധ്യത്തിലായിട്ട് വരികയാണ്. അപ്പോൾ അവിടെ കൗരവരും പാണ്ഡവരും യുദ്ധത്തിന് സന്നദ്ധരായി നിൽക്കുമ്പോൾ അർജുനൻ തേരാളിയായിട്ട് നിൽക്കുന്ന കൃഷ്ണനാണ്. കൃഷ്ണൻ പാർത്ഥസാരഥി എന്ന് പറയുന്നത് പാർത്ഥൻ്റെ തേരാളിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഒരു ആയുധം എടുക്കില്ല, യുദ്ധം ചെയ്യില്ല, പക്ഷെ നിൻ്റെ തേരാളിയായി വരാം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് 2 കൂട്ടരെയും കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനൻ്റെ ഭാവം മാറി.
അർജുനൻ പറഞ്ഞ അയ്യോ അയ്യോ എൻ്റെ ബന്ധുക്കളെ അവരല്ലേ ഇത് നിൽക്കുന്നത്, എൻ്റെ അമ്മാവനാണ്, എൻ്റെ അനിയനാണ്, എൻ്റെ ആൾക്കാരാണ്, ഇവരെ ഒന്നും കൊല്ലാൻ ഞാൻ തയ്യാറല്ല ഭഗവാനെ, ഈ യുദ്ധം വേണ്ട, എനിക്ക് ഈ യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ തേളിൽ തളർന്നു വീഴുക ചെയ്ത്. ആ സമയത്ത് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. എങ്ങനെ ഒരു മനുഷ്യൻ, നമ്മൾ ഇന്നത്തെ മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ, എങ്ങനെ ജീവിക്കണമെന്നറിയില്ല, എങ്ങനെ മുന്നോട്ട് ഓരോ കാര്യങ്ങളും അഭിമുഖീകരിച്ച് പോകണം നമുക്കറിയില്ല. അതിനെല്ലാം കൂടി ഒരു വഴി നമ്മൾക്ക് പൂർണ്ണമായും കിട്ടുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. അന്ന് ഗീതാ ദിനവും കൂടിയാണ്. ഗീത ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ദിവസം കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇവിടെ ആരൊക്കെയാണ് വരാത്തത്? മേൽപ്പുറത്തും നാരായണ ഭട്ടതിരിപ്പാട് ഈ ശ്രീമദ് ഭാഗവതം മുഴുവനും 100 ദശകങ്ങളാക്കി എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അവിടെ ഇരുന്നാണ്, ഗുരുവായൂർ നടയിൽ ഇരുന്നാണ് ഇതെല്ലാം ചെയ്തത്. നമുക്കറിയാം പൂന്താനം, ആ മഹാഭാഗനെ നമുക്ക് ഒരിക്കലും ഓർക്കാതിരിക്കാൻ പറ്റില്ല. ജ്ഞാനപ്പാനയൊക്കെ എഴുതി എല്ലാം എത്ര സിമ്പിളായ ലാംഗ്വേജിലാണ് ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും പറയുന്നത്, ജീവിത തത്വങ്ങൾ. അതേപോലെ തന്നെ കുറൂരമ്മ, ഭക്തിയുടെ നിറകുടമായ കുറൂരമ്മ, ഇവരൊക്കെ തന്നെയും ഈ ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഗുരുവും വായുവും കൂടി ചേർന്ന് പ്രതിഷ്ഠിച്ച സ്ഥലം എന്നുകൊണ്ട് ഗുരുവായൂപുരം എന്നൊരു അർത്ഥമാണ് ഗുരുവായൂർ. നമുക്കതിനകത്ത് പേര് വന്ന ഗുരുവിൻ വായുവും കൂടി കൊണ്ട് ഗുരുവായൂരപ്പൻ എന്ന് നമ്മൾ പറയുന്നു. അതിന് വേറെ ഒരു വശവും കൂടിയുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ സ്പേസ് റിസർച്ച് ഫൗണ്ടേഷൻ കണ്ടെത്തിയ ഒരു കാര്യമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നുള്ളൊരർത്ഥമുണ്ട്, ലഘു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ, അല്ല ചെറുത്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഗുരു. അങ്ങനെ ആ ഗുരുത്വമുള്ള ഒരു വായു, അതായത് ഗുരുത്വമുള്ള വായു എന്ന് പറഞ്ഞാൽ ശക്തമായ വായു എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. ആ കൊടുങ്കാറ്റ് ഈ കൊച്ചി തുറമുഖത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള ഒരു ഇടനാഴി കൂടെ, കടലിനടിയിലുള്ള ഒരു ഇടനാഴി കൂടെ പോകുന്നതായി അവർ കണ്ടെത്തി, ഓസ്ട്രേലിയക്കാർ. അവരത് കണ്ടെത്തിയെങ്കിലും അതിൻ്റെ ശക്തി അവർ പറയുന്നത് ഈ രണ്ടായിട്ട് വിഭജിച്ച് കളയാൻ, ഇങ്ങോട്ട് ആ കൊച്ചി മുതൽ തെക്കോട്ടുള്ള ഭാഗവും അതിൻ്റെ മറ്റേ വശവും പൂർണ്ണമായും രണ്ടാക്കി കളയാനും മാത്രം ശക്തിയുള്ളതാണ് ആ കൊടുങ്കാറ്റ്. അത് ഉൾക്കടലിൽ കൂടി, കടലിൻ്റെ അടിയിൽ കൂടിയാണ് പോകുന്നത്, അതിലൊരു ഇടനാഴി തന്നെയുണ്ട് എന്നവർ കണ്ടുപിടിച്ചു. പക്ഷേ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്നവർ ആശ്ചര്യപ്പെട്ടു. അതിൻ്റെ ഉത്തരം അവർ തന്നെ പറയുന്നു, ഒരു മാഗ്നറ്റിക് സ്റ്റോൺ ഉണ്ട് ഇതിനടുത്തായിട്ട്, അതാണ് അത് ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ അവർ കണ്ടെത്തി അത് ഗുരുവായൂരിലെ ഭഗവാന്റെ വിഗ്രഹം തന്നെയാണ്. അപ്പോൾ ആ ഗുരു ആയ വായുവിനെ, കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്തി സകല ഭക്തരെയും എല്ലാവരും രക്ഷിക്കാനുള്ള നിരന്തര ശ്രമമാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹം ആ പവർ കൊണ്ട് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ അതും കൂടി ഗുരുവായ വായുവിനെ തടഞ്ഞു നിർത്തുന്ന എന്നുള്ള രീതിയിൽ കൂടിയാണ് ഗുരുവായൂർ എന്നതിന് പേര് വന്നതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു രീതിയിൽ അത് പറയുകയാണെങ്കിൽ. പക്ഷേ എന്ത് പറഞ്ഞാലും കാളിന്തി പോലെ ജനപ്രവാഹമാണ് ആ ദിവസം അവിടെ വരുന്നത്. ആർക്കും, ഒരു കൃഷ്ണഭക്തർക്കും ഗുരുവായൂർ പോവാതിരുന്നാൽ പറ്റില്ല. കാരണം അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മോക്ഷദ ഏകാദശിയാണ്. രാജാവ് പണ്ട് സ്വപ്നത്തിൽ കണ്ടു തൻ്റെ പിതൃക്കൾക്കെല്ലാം വളരെ അധോഗതിയിലാണ് അവർ ജനിച്ചിരിക്കുന്നത്, അവർക്ക് മോക്ഷമില്ല, പുഴുവായും പാറ്റയായാലും ഒക്കെ ആയിട്ടാണ് അവർ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് മോക്ഷമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായ പർവ്വത മുനിയാണ് പറഞ്ഞു കൊടുത്തത്, മോക്ഷദ ഏകാദശി എടുത്തോളൂ, ഇതിൽ നിന്നൊക്കെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം എടുത്ത ഒരു ഏകാദശിയാണ് മോക്ഷദ ഏകാദശി. ഈ ഗുരുവായൂർ ഭഗവാന്റെ ആ ഗുരുവായൂർ ഏകാദശിയായിട്ടത് മാറിയത് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് മോക്ഷദ ഏകാദശി. എല്ലാവർക്കും മോക്ഷം കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഇഷ്ടം. ഭഗവാന്റെ ഭക്തരെ എല്ലാവരും മോക്ഷം നേടണം എന്നുള്ളത് മാത്രമേ ഭഗവാൻ ആഗ്രഹമുള്ളൂ. ആ ഒരു പ്രത്യേകതയാണ്. അന്ന് നമ്മൾ ചെയ്യുന്ന ഏകാദശി എടുക്കുകയാണെങ്കിൽ നമ്മുടെ പിതൃക്കൾക്ക് പോലും മോക്ഷം കിട്ടും എന്നുള്ളതും കൂടി ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു ഏകാദശി എടുക്കുന്നത് പോലെയല്ല, അതിൽ കൂടുതലുമുണ്ട്. ഏകാദശി നമ്മൾ 3 ദിവസമായിട്ടാണ് പറയുക. ദശമി ഒരിക്കൽ, ഏകാദശി ധാന്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യും. ദ്വാദശിയും ഒരിക്കൽ, ഒരു നേരം ഭക്ഷണം, ഒരു നേരം അരി ആഹാരം, അങ്ങനെ 3 ദിവസമായിട്ടാണ് ഇതിൻ്റെ ഒരു രീതി പോകുന്നത്. ഇനി ഗുരുവായൂരെത്താൻ പറ്റാത്തവരാണെങ്കിൽ ഒരു
പ്രയാസവും വിചാരിക്കേണ്ട. നമ്മുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയനാഥനാണ്, ആത്മനാഥനാണ്, പ്രാണനാഥനാണ്, ജീവനാഥനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. ആ ഭഗവാൻ പരമ്പൊരുളായി സകല പ്രപഞ്ചം നമുക്ക് അറിയില്ല. അനന്തം, അജ്ഞാതം, അവർണ്ണനീയമാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൻ്റെ നാഥനായി നിൽക്കുന്ന ആ ഭഗവാൻ ഗുരുവായൂർ മാത്രമല്ല നമ്മുടെയൊക്കെ ഉള്ളിലുമുണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് ജപിച്ചാലും വീട്ടിലിരുന്ന് ഭജിച്ചാലും മനസ്സ് നൊന്ത് എൻ്റെ ഭഗവാനെ, എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ ആ സമയത്ത് ഭഗവാനോട് എത്തും എന്നുള്ളത് ഒരുപാട് കഥകളുണ്ട്. കാരണം പൂന്താനത്തെപ്പോലും സഭയിൽ അധിക്ഷേപിച്ചു. അവിടെ ഇരിക്കേണ്ട വേറെ ആൾ വരുന്നുണ്ട്, നീ മാറൂ എന്നൊരു സംഭവം പറഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ അശരീരി പറഞ്ഞാണ്, ഇന്ന് നീ ഈ വിവരമില്ലാത്തവരുടെ കൂടെ ഇരിക്കേണ്ട, നീ പൂന്താനം ഇല്ലത്ത് ഞാൻ നിനക്ക് വന്ന് ദർശനം തരും എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ അവിടെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. അത്രയ്ക്ക് കരുണാവാരിധിയാണ് ഭഗവാൻ. അപ്പോൾ എവിടെ ഇരുന്ന് വിളിച്ചാലും മതി, നമ്മുടെ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ മോക്ഷദ ഏകാദശി ഗുരുവായൂർ പോയാലും പോകാൻ പറ്റിയില്ലെങ്കിലും ആരും ഒരു പ്രയാസവും വിചാരിക്കേണ്ട. ഈ നമ്മുടെ ഭഗവാനെ, നമ്മുടെ ഗുരുവായൂരപ്പനെ എല്ലാവർക്കും പൂർണ്ണമായും ഏകാദശി വ്രതം എടുത്തുകൊണ്ട് തന്നെ, നമ്മളിപ്പോൾ ഒന്നും പട്ടിണി കിടക്കൊന്നും വേണ്ട കേട്ടോ. ഭഗവാൻ ആരോടും പട്ടിണി കിടക്കാൻ പറയുന്നില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചില്ല നമുക്ക് ഭഗവാനെ വിളിക്കാൻ പറ്റുമോ? നാമം ജപിക്കാൻ പറ്റുമോ? ഉപവാസം കിടന്നാൽ നമ്മൾ വിശക്കുന്നുള്ളതായിരിക്കും അവിടെ കിടക്കുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് അതൊന്നും വിചാരിക്കണം. എന്തെങ്കിലും കഴിക്കാം, ലഘുവായി കഴിക്കാം, ധാന്യങ്ങൾ ഉപേക്ഷിക്കാം. ലഘുവായി കഴിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോഗീശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. താങ്ക് യു. ഗോഡ് ബ്ലസ്.